അഭിവന്യ തിരുമേനി, വന്യറമ്പാച്ചന്മാർ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധ പരിമല തിരുമേനിയുടെ 113-ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന കൺവെൻഷൻ പരമ്പരയുടെ 2ാമത്തെ ദിവസത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ. ഇന്ന് നമ്മളോട് ദൈവവചനം പ്രസംഗിക്കുന്നത് ബഹുമാനപ്പെട്ട KP മാർക്കോസ് കളപ്പുരയിൽ അച്ഛനാണ്. അച്ഛൻ മലബാർ ഭദ്രാസനത്തിൽ പുളിക്കിക്കാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരിയായിട്ട് ശുശ്രൂഷ അനുഷ്ഠിക്കുന്നു. സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം, സഭയുടെ മാനവ ശാക്തീകരണ വിഭാഗത്തിൻ്റെ ഭദ്രാസന തല പ്രതിനിധി തുടങ്ങിയ നിലകളിൽ അച്ഛൻ സുദീർഘമായ സേവനം അനുഷ്ഠിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ അങ്ങുമിങ്ങോളം കൺവെൻഷൻ വേദികളിലും ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാന പ്രസംഗങ്ങളിലൂടെയും അനേകർക്ക് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നു. മലബാർ ഭദ്രാസനത്തിൽ പുളിക്കിക്കാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരി എന്ന നിലയിൽ മാത്രമല്ല, വടക്ക് നിന്ന് ഒരച്ഛൻ ഇവിടെ പ്രസംഗിക്കുക ഈ വർഷം പലരുടെയും ഒരാവശ്യം കൂടിയായിരുന്നു. വടക്കൻ ഭദ്രാസനങ്ങളിൽ നിന്ന് ആരെങ്കിലും വേണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മലബാറിൽ നിന്ന് ഒരു വൈദികനെ ഈ വർഷം പ്രസംഗത്തിനായിട്ട് ക്ഷണിച്ചത് തന്നെ. ഇപ്പോഴ് വചനം പ്രസംഗിക്കുവാനായിട്ട് അച്ഛനെ ക്ഷണിച്ചോളും. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം. അഭിവന്യ തിരുമേനി, വന്യ റമ്പാച്ചൻ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പുണ്യവാനും പരിശുദ്ധനുമായ പരിമല തിരുമേനിയുടെ 113-ാം ഓർമ്മ പെരുന്നാളിൻ്റെ വചന ശുശ്രൂഷയുടെ 2ാമത്തെ സുദിനത്തിൽ ഈ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിൽപ്പാൻ ഭാഗ്യം തന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കട്ടെ. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ നാമത്തിൽ മലബാർ ഭദ്രാസനത്തിൽ ആദ്യമായി സ്ഥാപിതമായ മാമാങ്കര മാർ ഗ്രിഗോറിയോസ് ഇടവക എൻ്റെ മാതൃ ഇടവകയാണ്. അതിലെ ആദ്യം ദൈവവേലയ്ക്ക് വിളിക്കപ്പെട്ട ഒരു കൊച്ചു വൈദികനുമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥതയിൽ നിൽക്കുമ്പോൾ ജീവിതത്തിൽ ഒരു പേട്രൺ സെയിൻറ്റ് എന്ന നിലയിൽ ഈ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള ബലിപീഠത്തിന്മേൽ ധൂപമർപ്പിച്ച് അതിൽ ബലിയർപ്പിച്ച് അതിലൂടെ വളർന്നു വന്ന ഒരു കൊച്ച് അച്ഛനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അത് തന്നെ ഒരു സാക്ഷ്യമായി ഈ പിതാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടയാളമായി നിൽക്കാൻ എനിക്ക് അഭിമാനവും അതിനനുവദിച്ച ദൈവത്തോട് വലിയ സന്തോഷവും നന്ദിയും സ്തുതിയും സ്തോത്രവും മുൻപേ അർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ബലിപീഠത്തിലേക്കും അതുപോലെ തന്നെ ഈ പ്രസംഗപീഠത്തിലേക്കും ദൈവവചനം എടുത്തുകൊണ്ട് കടന്നു വരുവാൻ എന്നെ കൈവച്ച് അനുഗ്രഹിച്ച് കൊച്ചു ബാല്യത്തിൽ എന്നെ കൈപിടിച്ച് അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട എൻ്റെ ഗുരുനാഥൻ ഗീവർഗീസ് പൊന്നോലെ അച്ഛൻ്റെ സാന്നിധ്യം എനിക്കൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അഭിവന്ദനായ ക്രിസോസ്റ്റമോസ് തിരുമേനി മലബാറിൻ്റെ ഒരു കാലഘട്ടത്തെ കൺവെൻഷൻ പന്തലുകളിലെ തോരാത്ത ശബ്ദമായി നിലകൊണ്ട പിതാവിൻ്റെ പ്രാർത്ഥന അതൊരനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. പരിശുദ്ധനായ പരിമല തിരുമേനിയെക്കുറിച്ച് കാലം ചെയ്ത അഭിവന്യ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് പിതാവ് അനുസ്മരിച്ച 1-2 ചിന്ത ശ്രേഷ്ഠമായിട്ട് തോന്നുന്നതുകൊണ്ട്
നിങ്ങളുടെ മുമ്പിൽ ആദ്യമായി ഒന്ന് ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രതിഭാശാലിയായ ഒരു പരിശുദ്ധനെന്നും വാസ്തവമായും വിശുദ്ധി അണിഞ്ഞ ഒരു ദൈവ മനുഷ്യനെന്നും ഒരു യഥാർത്ഥ ആത്മീയ വൈദ്യനെന്നും ഒരു പരിശുദ്ധനായി എന്നും ലോകമെങ്ങും വണങ്ങപ്പെടേണ്ട മഹാജ്ഞാനിയെന്നുമാണ് അഭിവന്ദ്യനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് പിതാവ് ഈ പരിമല തിരുമേനിയെ വിശേഷിപ്പിച്ച വാക്കുകൾ. എന്തുകൊണ്ടും മലങ്കര സഭയുടെ വിശുദ്ധ നാടായി കണ്ട് മലങ്കര സഭയുടെ മക്കളെല്ലാം വിശുദ്ധി നേടി വരുന്ന ഈ പുണ്യ സ്ഥലത്ത് ആ മഹാപരിശുദ്ധൻ്റെ പ്രാർത്ഥനാ മനുഷ്യൻ്റെ മഹാഗുരുവിൻ്റെ നല്ല അജപാലകൻ്റെ പാദാന്തവൃന്ദത്തിൽ അല്പസമയം ഈ സായം സന്ധിയിൽ നിൽക്കുമ്പോൾ ചിന്തയ്ക്കായിട്ട് ഒരു കൊച്ചു വേദഭാഗം ഞാൻ എടുക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 25 മുതൽ 37 വരെയുള്ള വാക്കുകളാണ്. അതിൽ 37-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ഇതിൻ്റെ സന്ദർഭം നമുക്ക് മനസ്സിലാകുന്നതും അത് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. വേദപുസ്തകം ഒരിക്കലെങ്കിലും വായിച്ചിട്ടുള്ളവരുടെ മനസ്സിൽ ഒരിക്കലും മാറാതെ നിൽക്കുന്ന വേദഭാഗവുമാണ്. കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ഒരു ന്യായശാസ്ത്രി എന്ന ഒരു വേദ പണ്ഡിതൻ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യവും അതിന് കൊടുക്കുന്ന ഉത്തരവും, അതിൽ തൃപ്തനാകാതെ വീണ്ടും ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യവും, ആ ചോദ്യത്തിന് നൽകുന്ന ഉത്തരവും, ആ ഉത്തരത്തിൽ നിന്ന് അവന് കൊടുക്കുന്ന വഴിയാത്രയ്ക്ക് പോകുമ്പോൾ കൊടുക്കുന്ന വഴിയാഹാരം പോലെ പറഞ്ഞയക്കുന്ന ഒരു വാക്യമാണ് നീയും പോയി അങ്ങനെ ചെയ്യുക എന്നുള്ളത്. ഈ വേദഭാഗം ആദ്യാവസാനം ചർച്ചയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല, കാരണം അത്രമാത്രം സുപരിചിതമായൊരു ഭാഗമാണ്. കർത്താവിൻ്റെ അടുക്കൽ വരുന്ന വ്യക്തി വേദത്തിൽ പണ്ഡിതനായതുകൊണ്ടും ന്യായപ്രമാണത്തെക്കുറിച്ച് ആദ്യ അവസാനം ജ്ഞാനിയായിരുന്നത് കൊണ്ടും കർത്താവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് വേദ പുസ്തകത്തിൽ നിന്ന് അഥവാ ന്യായപ്രമാണത്തിൽ നിന്ന് അവനെ കൊണ്ട് തന്നെ മറുപടി തേടിക്കുകയാണ്. നിത്യജീവൻ നേടുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാ ചോദ്യം. കർത്താവ് തിരിച്ചു കൊടുക്കുന്ന മറുപടി വേദപുസ്തകം അഥവാ ന്യായപ്രമാണം എന്തു പറയുന്നു എന്നുള്ളതിന് അവൻ തന്നെ ഉത്തരം പറഞ്ഞു. ആവർത്തന പുസ്തകം 6:5 നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നിന്നെ പോലെ നിന്റെ കൂട്ടുകാരനെ അഥവാ അയൽക്കാരനെ സ്നേഹിക്കണം. വേദജ്ഞാനിക്ക് വേദപ്രമാണത്തിൽ നിന്ന് തന്നെ ഉത്തരം കൊടുത്തു. പക്ഷേ തൃപ്തനല്ല. കാരണം ചോദിച്ചവന്റെ ഉദ്ദേശശുദ്ധി അത്ര നല്ലതല്ലായിരുന്നു. ഉടനെ അടുത്ത ചോദ്യം വന്നു, ആരാണ് എൻ്റെ അയൽക്കാരൻ അഥവാ കൂട്ടുകാരൻ? അപ്പൊ കർത്താവ് വേദപുസ്തകം താഴെ വെച്ചു. എന്നിട്ട് വർത്തമാന കാലഘട്ടത്തിൽ അവൻ്റെതായ നാട്ടിൽ അവൻ്റെതായ സമൂഹത്തിൽ നടക്കുന്ന ഒരു സംഭവത്തെ ഉപമയായി മുൻപിലേക്ക് വെച്ചു കൊടുത്തു. യെരൂശലേമിൽ നിന്ന് എറിഹോവിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ കള്ളന്മാരാൽ മുറിവേറ്റ് വഴിയരികിൽ കിടക്കുന്നു. 3 പേര് സമീപത്ത് കൂടെ കടന്നു പോകുന്നു. 2 പേര് തിരിഞ്ഞു നോക്കുന്നില്ല, ഒരുത്തൻ തിരിഞ്ഞു നോക്കുന്നു. ആ തിരിഞ്ഞു നോക്കിയ വ്യക്തിയിലൂടെ അവന് കിട്ടിയ ആശ്വാസവും അറിയിച്ചതിന് ശേഷം കർത്താവ് അവനോട് തന്നെ വീണ്ടും ചോദിച്ചു, ആ 3 പേരിൽ ഏവനാണ് അവൻ അയൽക്കാരൻ? ഉത്തരം അവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അവനോട് കരുണ കാണിച്ചവൻ തന്നെ. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. ഈ വേദഭാഗത്ത് നിന്ന് കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് വർത്തമാനകാലത്തെ ചില അനുഭവങ്ങളും കൂടെ വെച്ച് 2-3 ചിന്തകൾ ധ്യാനത്തിനും പഠനത്തിനുമായി
എടുക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമതായിട്ട് കർത്താവ് അവനോട് പറയുന്ന ഉപമയിൽ 4 വ്യക്തികളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ വഴിയരികിൽ വീണ് കിടക്കുന്നവനെ കർത്താവ് വിശേഷിപ്പിക്കുന്നത് മനുഷ്യൻ എന്നാണ്. എന്നാൽ അവന്റെ അരികിലേക്ക് വന്ന 3 പേരെ വിശേഷിപ്പിക്കുന്നത് 3 സമൂഹത്തെ പ്രതിദാനം ചെയ്യുന്ന 3 സ്ഥാനികളായിട്ടാണ്. ഒന്ന് ലേവ്യൻ, ഒന്ന് പുരോഹിതൻ, ഒന്ന് ശമര്യൻ. എന്നാൽ മുറിവേറ്റ് കിടക്കുന്നവൻ മനുഷ്യനാണ്. പശുവിനും പട്ടിക്കും വിലയുള്ള നാട്ടിൽ മനുഷ്യന് പരിഗണനയില്ല എന്ന് മാത്രമല്ല, അവഗണന മാത്രം അനുഭവിക്കുന്ന ഒരു നാട്ടിൽ മനുഷ്യനും മനുഷ്യത്വവും മാനവികതയും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു അവസ്ഥ, പരിഗണിക്കപ്പെടാത്ത ഒരു അവസ്ഥ ചിന്തനീയമാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത ഞാൻ എടുക്കുന്നത്. എന്തുകൊണ്ട് ഈ മനുഷ്യത്വം പരിഗണിക്കപ്പെടുന്നില്ല? ആ ഉപമയിൽ നിന്ന് കാണുന്ന ഒരു കൊച്ചു കാര്യമുണ്ട്. 2 പേര് പരിഗണിക്കുന്നില്ല, ഒരാള് പരിഗണിക്കുന്നു. പരിഗണിക്കാത്ത 2 പേരെ കുറിച്ച് പറയുന്നത് അവർക്കവൻ മനുഷ്യനായിട്ടല്ല തോന്നിയത്, ശവമായിട്ടാണ്. കാരണം ശവത്തെ തൊട്ടാൽ ആരാധന മുടങ്ങും, അതായത് അവന്റെ തൊഴിലിനെ ബാധിക്കും. അപ്പോൾ അവന്റെ മനുഷ്യത്വവും മനുഷ്യനെയും കാണുന്നതിന് പകരം ശവമായിട്ട് കാണാൻ അവന്റെ പ്രൊഫഷനെ ബാധിക്കുമെന്നുള്ളതായതുകൊണ്ട് മനുഷ്യനേക്കാൾ പ്രൊഫഷനാണ് അവൻ വില കൽപ്പിച്ചത്. ഇന്നത്തെ ലോകത്തിന്റെ ഒരു ഗതികേടും അത് തന്നെയാണ്. മനുഷ്യനാണോ പ്രൊഫഷനാണോ വലുതെന്ന് ചോദിച്ചാൽ, നിന്റെ ജീവിതത്തിൽ പ്രാധാന്യമെന്ന് ചോദിച്ചാൽ പലപ്പോഴും പ്രൊഫഷന് തന്നെയാണ് സ്ഥാനം. മനുഷ്യൻ അവഗണിക്കുന്നതും മനുഷ്യനോട് സ്നേഹമില്ലാഞ്ഞിട്ടോ കരുതലില്ലാഞ്ഞിട്ടോ വേണ്ടാഞ്ഞിട്ടോ അല്ല, മറിച്ച് അതിലുപരിയായി ഒരു പ്രൊഫഷണലിസം നിലനിൽക്കുന്ന നാട്ടിൽ, ഒരു സമൂഹത്തിൽ ആ പ്രൊഫഷനോടുള്ള നിലനിൽപ്പിനോടുള്ള ചില വ്യഗ്രത യാഥാർത്ഥ്യങ്ങളെ കണ്ടിട്ടും കണ്ടില്ലെന്നും സത്യത്തെ കണ്ടിട്ടും കണ്ടില്ലെന്നും നടിക്കാൻ അവനെ പ്രേരിപ്പിക്കുകയാണ്, 2 പേരെ പ്രേരിപ്പിക്കുകയാണ്. എന്നാൽ 3ാമത്തെ വ്യക്തി അവിടെ കാണുന്നത് അങ്ങനെയല്ല. നമുക്കറിയാം, ശമര്യനെ കുറിച്ച് പറയുന്ന ഭാഗത്തും ആ മനുഷ്യനും രാവിലെ ഇറങ്ങിപ്പോകുന്നത് കുളിച്ച് ഒരുങ്ങി വൃത്തിയായി തന്റെ വാഹനത്തിൽ ഉത്തരവാദിത്വമുള്ള എന്തോ ചുമതലയ്ക്ക് വേണ്ടി തന്നെ പോകുന്നവനാണ്. അതുകൊണ്ടാണ് ഈ മനുഷ്യനെ കണ്ട് അവനെ പരിഗണിച്ച് അവന് വേണ്ട പരിഗണനകളെല്ലാം കൊടുത്തേച്ചിട്ട്, ആവശ്യമുള്ള ഓഫറും കൊടുത്തേച്ചിട്ട് അവനവന്റെ കാര്യത്തിന് പോകുന്നതായിട്ട് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. ചുമ്മാ നടക്കുന്ന ഒരു മനുഷ്യനൊന്നുമല്ല. പക്ഷേ അവന്റെ പ്രൊഫഷനേക്കാൾ വലുത് മനുഷ്യനാണ്. ആധുനിക ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യനേക്കാൾ പ്രൊഫഷന് സ്ഥാനം കൂടി വരുമ്പോൾ ബന്ധങ്ങൾക്കൊക്കെ ഒത്തിരി തകർച്ചകൾ നേരിടുന്നുണ്ട്. അനേക കുടുംബങ്ങൾ, അനേക ബന്ധങ്ങളും ബന്ധുതകളും, ആരാധന, ദേവാലയം, ഇതെല്ലാം ഇന്ന് മനുഷ്യന് അവന്റെ പ്രൊഫഷണലിസത്തിന്റെ ഭാഗമായിട്ട് അവഗണിക്കപ്പെട്ട ഒരു ഭാഗമായി മാറുകയാണ്. തന്റെ കുടുംബത്തിലുള്ള മാതാപിതാക്കളോടോ മക്കളോടോ ഭാര്യയോടോ പോലും ആത്മാർത്ഥമായി സംസാരിക്കാനോ ഇടപെടാനോ കാര്യങ്ങൾ തിരക്കാനോ കൂടെ ഇരുന്ന് സ്നേഹിക്കാനോ കഴിവില്ലാതെ തൊഴിലിന്റെ പേരിൽ, നിലനിൽപ്പിന്റെ പേരിൽ ഓടി നടക്കുമ്പോൾ തന്റെ ബന്ധങ്ങളെയും ബന്ധുതകളെയും നിലനിർത്തുവാൻ വേണ്ടി മാനുഷികമായി നിലനിൽക്കുന്ന ചുമതലകളും ആവശ്യങ്ങളും ഒന്നും പരിഗണിക്കാതെ അതെല്ലാം അവഗണിച്ചുകൊണ്ട് തൊഴിലിന്റെ പേരിൽ ഔദ്യോഗികമായ കാര്യനിർവഹണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുമ്പോൾ ദേവാലയത്തിലെ ആരാധനയും കുടുംബത്തിലെ പ്രാർത്ഥനയും ഇതെല്ലാം ഇതിന്റെ പേരിൽ അവഗണിക്കപ്പെടുമ്പോൾ ബന്ധങ്ങൾക്കാണ് തകർച്ച നേരിടുന്നത്. പ്രൊഫഷണലിസം ഇന്ന് ബന്ധങ്ങളെ തകർത്തിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ വാസ്തവമാണ്. പക്ഷേ ബന്ധങ്ങൾ തകർക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് മുറിവുകളുള്ള ചില സമൂഹങ്ങളുണ്ട്. കുടുംബങ്ങളുടെ മുറിവ്, ദേവാലയത്തിലെ ആരാധനയിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മുറിവ്,
ബന്ധങ്ങളും ബന്ധുതകളും പാലിക്കപ്പെടാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില മുറിവുകൾ, ആ മുറിവുകളെ പരിഗണിക്കാതെ വീണ്ടും വീണ്ടും മനുഷ്യൻ മുന്നേറുന്ന ഒരു കാഴ്ച മനുഷ്യനെ ഇന്ന് വേദനയിൽ നിന്ന് വേദനയിലേക്കും നാശത്തിൽ നിന്ന് നാശത്തിലേക്കും തന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ എന്ന് നമ്മെ ചിന്തിപ്പിക്കുവാൻ നല്ലതാണ്. തീർച്ചയായിട്ടും പിന്നെ എവിടെയാണ് ഇവന് ബന്ധം? കുടുംബത്തിലോ ആരാധനയിലോ ദേവാലയത്തിലോ ബന്ധുതകളിലോ ബന്ധങ്ങളിലോ വ്യക്തികളിലോ ഇല്ല എങ്കിൽ പിന്നെയുള്ള ബന്ധം തസ്തികകളിലാണ്. കാരണം തസ്തികകളിലുള്ള ബന്ധം നിലനിൽപ്പിനുള്ള ബന്ധമാണ്. ഇന്ന് തസ്തികയുമായിട്ടാണ് ബന്ധം. കാരണം നിലനിൽപ്പ് വേണമെങ്കിൽ തസ്തികയുമായിട്ടുള്ള ബന്ധം നിലനിർത്തിയേ പറ്റുകയുള്ളൂ. ആ ബന്ധത്തിന് മാത്രമേ ഇന്ന് വില കൽപ്പിക്കുന്നുള്ളൂ. വിരിഞ്ഞു നിൽക്കുന്ന പല പൂവുകളിൽ നിന്ന് തനിക്ക് ആവശ്യമുള്ള തേൻ നുകർന്ന് ഒരു പൂവിനോടും കടപ്പാടില്ലാതെ ബാധ്യതയില്ലാതെ എല്ലാ പൂവിനെയും തന്റെ ആവശ്യത്തിന് ചൂഷണം ചെയ്യുന്ന ഒരു മാന്യതയുടെ പരിവേഷം ഇന്ന് ഈ പറയുന്ന തലങ്ങളിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നില്ലേ? തനിക്ക് ആവശ്യമുള്ള എല്ലാ മേഖലകളിലും ബന്ധമുണ്ട്, പക്ഷേ അത് നിലനിൽപ്പിനുള്ള ബന്ധം മാത്രമാണ്. ആരോടും കടപ്പാടില്ല, ആരോടും ബാധ്യതയില്ല, ആരോടും ഉത്തരവാദിത്വമില്ലാത്ത, എല്ലാ പൂവിൽ നിന്നും ചൂഷണം ചെയ്ത് തന്റെ നിലനിൽപ്പ് മാത്രം നോക്കുന്ന പാറി നടക്കുന്ന വണ്ട് പോലെ മാന്യതയുടെ പരിവേഷമണിഞ്ഞ് തസ്തികകളിലൂടെ ബന്ധം നിലനിർത്തി പോകുന്ന ഒരു മനുഷ്യൻ. ഇവിടെയാണ് ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കിന് വലിയ വിലയുള്ളത്. മാന്യനാകാൻ എളുപ്പമാണ്, പക്ഷേ മനുഷ്യനാകാൻ വലിയ പാടാ. മാന്യനാകാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷേ മനുഷ്യനാകണമെങ്കിൽ ദൈവത്തോടും കുടുംബത്തോടും രക്തബന്ധങ്ങളോടും സ്നേഹബന്ധങ്ങളോടും ആത്മാർത്ഥമായ ചില ബന്ധങ്ങൾ നിലനിർത്തണം. ഈ ബന്ധങ്ങൾക്കുള്ള സ്ഥായി ഭാവമുണ്ട്. ഈ സ്ഥായി ഭാവമുള്ള ബന്ധങ്ങൾ മാത്രമേ നിത്യജീവൻ എന്ന നിത്യതയുടെ അനുഭവത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമാകത്തുള്ളൂ. ബാക്കിയുള്ളതെല്ലാം പാറി നടക്കുന്ന വണ്ട് പോലെ ഇഹത്തിൽ ജീവിക്കുന്ന കാലത്തെ നിലനിൽപ്പിന് മാത്രം ഉപയുക്തമാകുന്നതാണെന്നുള്ള അറിവില്ലായ്മ ഒരു പരിധിവരെ ഈ മനുഷ്യനെ അവഗണിക്കുവാൻ കാരണമായി തീർന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒന്നാമത്തെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മുറിവേറ്റ മനുഷ്യനോട് പരിഗണനയില്ല എന്ന് മാത്രമല്ല, മനുഷ്യനെയും മനുഷ്യത്വത്തെയും കാണാതെ മനുഷ്യനേക്കാൾ പ്രൊഫഷനാണ് വലുതെന്ന് വിചാരിച്ച് നിലനിൽപ്പിന് വേണ്ടി പാറി നടക്കുന്ന വണ്ടുപോലെ ചില സ്ഥാനികളോടും തസ്തികകളോടും മാത്രം ബന്ധം നിലനിർത്തി നശിച്ചു പോകുന്ന ലോകത്തിന്റെ നിലനിൽപ്പ് മാത്രം നോക്കി ജീവിക്കുന്ന ഒരുത്തിന് എറ്റേണൽ ലൈഫ്, നിത്യതയുടെ ജീവൻ എന്ന് പറയുന്നത് സ്വപ്നം കാണാൻ പോലും സാധിക്കുമോ എന്ന് സത്യവേദ പുസ്തകം പഠിക്കുമ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട് ഈ വേദഭാഗം തരുന്ന ഒരു ചിന്ത 10-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യമാണ്. മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യന്റെ അടുക്കിലേക്ക് ശമരിയാക്കാരൻ എന്ന് പറയുന്ന മനുഷ്യൻ ചെന്ന് അവനെ ഒന്ന് താങ്ങി എഴുന്നേൽപ്പിച്ച് വീഞ്ഞും എണ്ണയും പകർന്ന് അതൊന്ന് മുറിവ് കെട്ടി അവൻ നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു ആശ്വാസമുണ്ട്. എന്നാൽ അതിന് തൊട്ടു മുമ്പ് അനുഭവിച്ച വലിയൊരു വേദന, കള്ളന്മാർ ശരീരത്തിന് ഏൽപ്പിച്ച വേദനയേക്കാൾ വലിയ വേദന തന്റെ മുൻപിലൂടെ കടന്നുപോയ രണ്ട് വ്യക്തികൾ തന്നെ പരിഗണിക്കാതെ പോയപ്പോൾ മനസ്സിനേൽപ്പിച്ച വേദനയാണ്. ശരീരത്തിന്റെ വേദന മുറിവ് കെട്ടിയാൽ മാറും, പക്ഷെ അവഗണനയുടെ വേദന, മനസ്സിനേറ്റ വേദന, മാനസികമായ മുറിവുകൾ ഉണ്ടാക്കുമ്പോൾ അത് സഹിക്കാവുന്നതിനപ്പുറമാണെന്ന് ആ മനുഷ്യൻ നമുക്ക് കാണിച്ചു തരികയാണ്. ഈ ശമരിയാക്കാരൻ മനുഷ്യൻ അടുത്ത് ചെന്ന് ആ മനുഷ്യനെ ഒന്ന് തൊട്ടപ്പോ തന്നെ അവന്റെ പകുതി വേദന മാറിക്കാണും. ഒന്ന് താങ്ങി എഴുന്നേൽപ്പിച്ചിരുത്തി തന്റേതെന്ന് വിചാരിച്ച് വഴിയാത്രയിൽ തന്റെ ആവശ്യത്തിന് വേണ്ടി സൂക്ഷിച്ച തന്റെ അസറ്റായ, തന്റെ വഴിയാഹാരമായ, പാഥേയമായ വീഞ്ഞും ആ മുറിവിലേക്ക് അല്പം ഒഴിച്ചപ്പോ ആ മനുഷ്യൻ കുളിർമ കൊണ്ട് കാണും. അവനുണ്ടാകുന്ന അസ്വസ്ഥതയല്ല, സ്വസ്ഥതയാണ്. അവനുണ്ടാകുന്ന ആ വേദനയുടെയും ആശ്വാസത്തിന്റെയും രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന്
പരിഗണിക്കേണ്ടവർ പരിഗണിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അവഗണനയുടെ മാനസിക മുറിവ്, അത് ലോകപ്രകാരം ശരീരത്തിന് കിട്ടുന്ന മുറിവിനേക്കാൾ ഭയാനകമായ മുറിവാണ്. ഇവിടെയാണ് ഈ ശമരിയക്കാരൻ ഉപമയിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന രണ്ടാമത്തെ പാട്. മുറിവുണ്ടാക്കുന്നവനാകരുത്, ജീവിതത്തിൽ മുറിവുണക്കുന്നവനായിരിക്കണം ഞാനും നിങ്ങളും. നമുക്ക് കിട്ടിയിരിക്കുന്ന തസ്തികകളൊക്കെ ദൈവം തന്നതാണെന്നുണ്ടെങ്കിൽ, ആ തസ്തികകളിലൊക്കെ ഇരുത്തിയത് ദൈവമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, ആ ഇരിക്കുന്നിടത്തിരുന്ന് ആരെയും മുറിപ്പെടുത്താനല്ല, മുറിവേൽക്കുന്നവൻ അല്പം ആശ്വാസം കൊടുക്കാൻ, അവനൊന്ന് ആശ്വാസമാകാൻ, തന്റെ കയ്യിലുള്ള, തന്റെ ആവനാഴിയിലുള്ള അല്പമെടുത്ത് ഉപയോഗിക്കാൻ മനസ്സ് കാണിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും മുറിവുണക്കുന്നവനായി, മുറിവ് ഉണ്ടാക്കുന്നവനാകാതെ മാറാൻ നമുക്ക് സാധിക്കുന്നത്. യോഹന്നാന് സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിന്റെ അനുഭവത്തിൽ മാർത്തയുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്ന വലിയൊരു സത്യമുണ്ട്. പ്രത്യേകിച്ച് ആധുനിക ക്രൈസ്തവികതയിൽ ഇന്നത്തെ മനുഷ്യന്റെ പല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ കർത്താവ് ലാസറിനെ കബറടക്കുവാനല്ല ചെന്നത്. കബറടക്കിയതിനു ശേഷം 4 ദിവസം കഴിഞ്ഞ് മുറിവേറ്റിരുന്ന സഹോദരികളെ ആശ്വസിപ്പിക്കുവാനാ ചെന്നത്. കബറടക്കുക എന്നുള്ളത് ഒരു തസ്തിക പണിയാണ്. ഞാൻ നിങ്ങളുമൊക്കെ ഇന്ന് ഏതാണ്ട് അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മരണ വീട്ടിൽ ചെന്നാൽ കബറടക്കത്തിന്റെ സമയമറിഞ്ഞ് ഓടി വന്ന് ശവമടക്കി തിരിച്ചു പോകുന്നവൻ, ആ വേർപാടിന്റെ ദുഃഖം അനുഭവിക്കുന്ന ഭവനത്തിലേക്കോ വ്യക്തികളിലേക്കോ തിരിഞ്ഞു നോക്കാൻ മനസ്സ് കാണിക്കാതെ ഇരിക്കുമ്പോ 2-3 ദിവസം സ്വന്തം വേണ്ടപ്പെട്ടവരുടെ മൃതശരീരത്തിന് അടുക്കൽ പ്രാർത്ഥിച്ചും വേദം വായിച്ചും ധ്യാനിച്ചും ഇരുന്ന് ശീലിച്ച ഒരു ക്രൈസ്തവ സുറിയാനി പാരമ്പര്യം ഇന്ന് എവിടെ പോയി എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കബറടക്കം തസ്തിക പണിയാ. അത് നമ്മൾ ചെന്നാലും ചെന്നില്ലേലും നടക്കും. പക്ഷേ വേർപാടിന്റെ ദുഃഖം അനുഭവിക്കുന്ന ആ കുടുംബത്തിന് നിന്ന് ആശ്വാസമാകാൻ, അവിടെ കടന്നു ചെന്ന് അല്പം ഒരു ആശ്വാസം പകരാൻ കർത്താവ് കാണിച്ച ആ നല്ല മാതൃക നമ്മുടെ പാരമ്പര്യത്തിലും നമ്മുടെ അനുഭവത്തിലും നിലനിർത്താൻ നമുക്ക് സാധിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ ചുമതലയുടെ, ക്രൈസ്തവികതയുടെ വലിയ അർത്ഥവും വ്യാപ്തിയും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നത്. കാരണം അവിടെ വലിയൊരു പാഠം കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. 4 ദിവസം കഴിഞ്ഞ് മുറിവേറ്റിരിക്കുന്ന ആ സഹോദരികളുടെ അടുക്കിലേക്ക് കടന്നു ചെന്ന് മനുഷ്യത്വത്തിന്റെ, മാനവികതയുടെ, മാനുഷികമായ ഒരു പരിഗണന ആ ഭവനത്തിന് കൊടുക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സ്ത്രീയോട് പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ആ സ്ത്രീകൾക്ക് മനുഷ്യത്വം പകർന്നു കൊടുത്ത കർത്താവിൽ നിന്ന് കർത്താവിന്റെ ദൈവത്വം വെളിപ്പെടുകയാണ്. അടക്കുവാൻ ചെല്ലാത്തവൻ ഉയർപ്പിക്കുന്ന അനുഭവമാണ്. ആ ഉയർപ്പിലാണ് ദൈവത്വം നിലനിന്നത്. ആ ഉയർപ്പ് കണ്ടപ്പോഴാണ് അവർ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയത്. മനുഷ്യത്വം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്വം വെളിപ്പെടുകയുള്ളൂ. മനുഷ്യത്വമില്ലാത്തടത്ത് ദൈവത്വത്തിന് വെളിപ്പെടുവാൻ സാധ്യമല്ല എന്ന് ആ വലിയ വേദഭാഗം നമുക്ക് പാഠമായി തരുന്നുണ്ട്. കർത്താവ് കടന്നു ചെന്നിട്ട് ദൈവിക പദ്ധതിയൊന്നും അല്ല അവിടെ ചെയ്തത്, മാനുഷിക പരിഗണനയാണ്. പലപ്പോഴും എന്റെയും നിങ്ങളുടെയും ഒക്കെ ഇന്നത്തെ ക്രൈസ്തവ ധർമ്മം, ക്രൈസ്തവ ജീവിതം, സുറിയാനി പാരമ്പര്യമൊക്കെ എടുത്തൊന്ന് പരിശോധിച്ചാൽ എവിടെയാ ഇതൊക്കെ കളഞ്ഞുപോയത്? ആർക്കു വേണ്ടിയാ ഇതൊക്കെ ഉപേക്ഷിച്ചത്? ഞാൻ ഒന്നാമത്തെ ഉത്തരത്തിലേക്ക് വീണ്ടും ഇത് തന്നെ കൊണ്ട് എത്തിക്കും. പ്രൊഫഷണലിസം. ആർക്കും സമയമില്ല ഇരിക്കാൻ, ആർക്കു വേണ്ടിയും ചെലവഴിക്കാൻ സമയമില്ല, ആരോഗ്യമില്ല, സമ്പത്തില്ല. എല്ലാം എന്റേതാണ്, എല്ലാം എനിക്കാണ്, എല്ലാം എന്റെ നിലനിൽപ്പിൻ്റെതാണ്. നിലനിൽപ്പിന് വേണ്ടി മാത്രം, ഐഹിക ലോകത്ത് നിലനിൽക്കുവാൻ വേണ്ടി മാത്രം നീ ജീവിക്കുമ്പോൾ നിന്റെ സ്വപ്നത്തിൽ പോലും നിത്യജീവനും നിത്യരാജ്യവും എവിടെ സ്വപ്നം കാണാനാ? അങ്ങനെ ഒരു ചിന്ത ഈ പ്രവൃത്തിപരത്തിൽ കാണിക്കുവാൻ സാധിക്കുന്നോ എന്നുള്ളതാ ചിന്തിക്കേണ്ടത്. മനുഷ്യത്വം എന്ന് പറയുന്നത് പങ്കുവെക്കാനുള്ളതാ. മനുഷ്യത്വം പങ്കുവെക്കണം എന്ന് പറയുന്നത് നിന്റെ സമയം, നിന്റെ ധനം, നിന്റെ കഴിവ്, നിന്റെ ടൈം, ട്രഷർ ആൻഡ് ടാലന്റ്, ഇത് 3ഉം പങ്കുവെക്കാനുള്ളതാ. മനുഷ്യത്വം പങ്കുവെക്കുന്നത് അങ്ങനെയാ. നിന്റെ സമയമില്ലാതെ മനുഷ്യത്വം പങ്കുവെക്കാൻ എങ്ങനെ സാധിക്കും? നിന്റെ ധനമില്ലാതെ മനുഷ്യത്വം എങ്ങനെ പങ്കുവെക്കാൻ സാധിക്കും? നിന്റെ ടാലന്റ്, കഴിവുകൾ,
അത് മനുഷ്യത്വത്തിന് വേണ്ടി പങ്കുവെക്കാൻ ദൈവം തന്ന കൃപയാണ്. ഈ മൂന്ന് മനുഷ്യന് വേണ്ടി എവിടെ ഉപയോഗിക്കുമോ അപ്പോഴാണ് ധനത്തിനും സമയത്തിനും കഴിവുകൾക്കും മൂല്യമുണ്ടാകുന്നത്. ഇത് അർഹരായവർക്ക് അർഹമായ സ്ഥലത്ത് അർഹമായതുപോലെ ഉപയോഗിക്കപ്പെടുമ്പോഴാണ്. ഇല്ലെങ്കിൽ ധനത്തിനും അതുപോലെ തന്നെ സമയത്തിനും അതുപോലെ തന്നെ നിന്റെ കഴിവുകൾക്കും യാതൊരു വിലയുമില്ല. ധനത്തിനും സമയത്തിനും കഴിവുകൾക്കും വിലയുണ്ടാകുന്നത് അത് മനുഷ്യത്വപരമായി അർഹരായവർക്ക് വേണ്ടി അർഹമായ സ്ഥലത്ത് അർഹതയോടെ ഉപയോഗിക്കുമ്പോഴാണ്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിന് മൂല്യമുണ്ട്, ഉപയോഗിക്കുന്നവന് അനുഗ്രഹമുണ്ട്. ഉപയോഗിക്കുന്നതിന് മൂല്യമുണ്ട്, ഉപയോഗിക്കുന്നവന് അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹത്തിൽ ഒരു പ്രധാനമാണ് നിത്യരാജ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ശമരിയാക്കാരൻ നമ്മോടും പറയുന്ന രണ്ടാമത്തെ കാര്യം അതാണ്. എന്നാൽ മൂന്നാമതായിട്ട് അവിടെ കാണുന്ന വലിയൊരു ഭാഗം ഈ വേദപണ്ഡിതൻ അഥവാ നമുക്ക് ഈ ശാസ്ത്രി തരുന്ന വലിയൊരു പാഠമാണ്. ആ പാഠം നമ്മുടെ ജീവിതത്തിൽ വലിയ പാഠമാണ്. അതായത് അറിവ് നെറിയുള്ളതാണോ അതോ ദൈവത്തെ ചോദ്യം ചെയ്യാനുള്ളതാണോ? അറിവ് അഹങ്കരിക്കാനുള്ളതാണോ അറിയാനുള്ളതാണോ? അറിവ് നിനക്ക് നിന്നെ തന്നെ അറിയാനുള്ളതാണോ? നിനക്ക് നിന്നെയും മറ്റുള്ളവനെയും അറിയാതിരിക്കാൻ അന്ധതയായി മാറുന്നതാണോ? 2-3-4 ചോദ്യങ്ങൾ ഇങ്ങനെ പുറകെ വരും. ഈ ശാസ്ത്രി എന്ന് പറയുന്ന ഈ വേദപണ്ഡിതൻ എന്ന് പറയുന്ന മനുഷ്യൻ, അവനെ കുറിച്ച് പറയുന്ന വേദഭാഗത്ത് അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട്. കാരണം കർത്താവിന്റെ അടുക്കലേക്ക് അവൻ വരുന്നത്, ഞാൻ പറഞ്ഞല്ലോ, അവന്റെ ഉദ്ദേശശുദ്ധി അത്ര നല്ലതല്ല. വേദപുസ്തകത്തെ അഥവാ ന്യായപ്രമാണത്തെ മുഴുവനായും അരച്ച് കലക്കി കുടിച്ചവനാണെന്നുള്ള ധാരണയിൽ, അറിവിന്റെ ഭാണ്ഡാരമാണ് എന്നുള്ള ചിന്തയിൽ, അഗ്രഗണ്യനാണെന്നുള്ള ധാരണയിൽ കർത്താവിനെ കൊടുക്കാൻ, വാക്കിൽ കൊടുക്കാനായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ആ വേദം ചോദിച്ച് വന്നവനെ വേദത്തിൽ നിന്ന് തന്നെ കർത്താവ് മറുപടി കൊടുത്തു. അവനൊരു അവസരം കൊടുത്തു തിരിഞ്ഞു നോക്കാൻ. പക്ഷേ വേദത്തിൽ നിന്ന് ഉത്തരം കിട്ടിയിട്ടും അവന്റെ ഉദ്ദേശശുദ്ധി നല്ലതല്ലാത്തത് കൊണ്ട് കർത്താവിനെ കുടുക്കുവാൻ അവൻ വീണ്ടും ചോദ്യമായിട്ട് എഴുന്നള്ളിയപ്പോഴാണ് അനുഭവ സമ്പത്തിൽ നിന്ന്, അവനായിരിക്കുന്ന സമൂഹത്തിൽ നിന്ന്, അവന്റെ ചുറ്റുപാടുമുള്ള സംസ്കാരത്തിൽ നിന്ന് ഒരു ഉപമയെടുത്ത് മുന്നിലിട്ട് കൊടുത്തു. അതിൽ നിന്ന് ചിലതൊക്കെ അവൻ പഠിച്ചു. പക്ഷേ എന്നിട്ടും അവന്റെ കണ്ണു തുറന്നില്ല എന്നുള്ളതിന്റെ തെളിവ് 37-ാമത്തെ വാക്യത്തിൽ ഈ ഉപമ മുഴുവൻ പറഞ്ഞു തീർന്നിട്ട് കർത്താവ് ചോദിക്കുന്നുണ്ട്, ഈ മൂവരിൽ ഏവനാണ് അവന് കൂട്ടുകാരനായത്? അപ്പോഴും ശമരിയാക്കാരൻ എന്ന വാക്ക് അവന്റെ വായിൽ നിന്ന് വീഴുന്നില്ല. അവനോട് കരുണ കാണിച്ചവനെന്ന് മാത്രമാണ് അവന്റെ വായിൽ നിന്ന് വീഴുന്നത്. അപ്പോൾ പോലും ശമരിയാക്കാരൻ എന്ന വാക്ക് അവൻ ഉച്ചരിക്കാൻ പോലും സാധിക്കുന്നില്ല. കാരണം അത്ര ഈഗോയാണ്, അത്ര കോംപ്ലക്സ് ആണ്, അത്ര അഹങ്കാരമാണ്, അറിവിന്റെ അഹങ്കാരം. ഈ അഹങ്കാരം കൊണ്ട് അവൻ പറയുന്നു, അവനോട് കരുണ കാണിച്ചവൻ. ദൈവത്തെ ചോദ്യം ചെയ്യാനും മനുഷ്യനെ അംഗീകരിക്കാതിരിക്കാനുമുള്ളതല്ല അറിവെന്ന് പറയുന്നത്. അറിവ് ദൈവത്തെ അറിയുവാനും മനുഷ്യനെ അംഗീകരിക്കുവാനും ദൈവം തന്ന ദാനമാണ്, അത് ജ്ഞാനമാണ്. അതുകൊണ്ടാണ് ജ്ഞാനികളിൽ ജ്ഞാനി പറഞ്ഞത് യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. യാക്കോബ് ശ്ലീഹ പറയുന്നു അത് ഉയരത്തിൽ നിന്നാണ്, ഇല്ലാത്തവൻ ഉയരത്തിലേക്ക് നോക്കട്ടെ എന്ന. ഈ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥതയിൽ ഈ ബലിപീഠത്തിന്റെ മുമ്പിൽ ഈ കബറിടത്തിൽ നിൽക്കുമ്പോൾ ഉയരത്തിലെ ജ്ഞാനിയെ നോക്കി ജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക്, മഹാജ്ഞാനത്തിലേക്ക് വളർന്ന ഒരു മഹാജ്ഞാനിയുടെ കബറിടത്തിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. പൗരസ്ത്യ ആധ്യാത്മികതയ്ക്ക് ഇത്രമാത്രം അടിത്തറവാകിയ ഒരു പിതാവ് 1876 മുളന്തുരുത്തി സുന്നതദോസിന് ശേഷമുള്ള കാലഘട്ടം എടുത്തു നോക്കിയാൽ മലങ്കര സഭയുടെ ആവശ്യമനുസരിച്ച് കടന്നു വന്ന
പത്രോസ് തുതിയൻ പാത്രിക്കീസ് ബാവായോട് ചേർന്ന് നിന്ന് വലിയ തിരുമേനിയോട് കൂടെ നിന്ന് ഈ സഭയ്ക്ക് അടുക്കും ചിട്ടയും ചട്ടവും എല്ലാം ഉണ്ടാക്കിയ ഒരു കാലഘട്ടം ഈ പിതാവിന്റെ കാലഘട്ടമാണ്. ഒരു സമുദായത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഒരു സഭയുടെ അനുഭവത്തിലേക്ക് ഈ സഭയെ വളർത്തിക്കൊണ്ടുവന്ന മഹാജ്ഞാനിയാണ് പരിശുദ്ധനായ പരിമല തിരുമേനി. ആ ജ്ഞാനം എവിടെ നിന്ന് കിട്ടിയതാ? ദൈവത്തോട് കൂടെ ഇരുന്നപ്പോ കിട്ടിയതാ. ദൈവത്തിന്റെ ചാരയിരുന്നപ്പോ കിട്ടിയതാ. അവന്റെ ഹൃദയത്തോട് ചേർന്നിരുന്ന് വാങ്ങിച്ചതാ. ആ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം കൊണ്ട് അഹങ്കാരത്തിന്റെ അല്ല, വിനയത്തിന്റെ, താഴ്മയുടെ ഏറ്റവും നല്ല അനുഭവമായിട്ട് നിന്നപ്പോ ഈ സഭയ്ക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറിയ വലിയ പിതാവ്. പലപ്പോഴും ആ കാലഘട്ടം എടുത്തൊന്ന് പരിശോധിച്ചാൽ പരിമല തിരുമേനിയിലൂടെ ഈ സഭയ്ക്കുണ്ടായ ഒരു കാലഘട്ടം വളരെ അർത്ഥവത്തായ ഒരു കാലഘട്ടമാണ്. ഗ്രിഗോറിയോസ് ഇറ എന്നോ ഗ്രിഗോറിയൻ കാലഘട്ടമെന്നോ ഒക്കെ വേണമെങ്കിൽ ആ കാലഘട്ടത്തെ വിളിക്കാം. ഒരു 3-4 ദശാബ്ദ കാലം ഇന്ന് മലങ്കര സഭയിൽ അനുവർത്തിച്ചു വരുന്ന ഇടവക രജിസ്റ്റർ, ശവസംസ്കാര രജിസ്റ്റർ, മാമോദീസ രജിസ്റ്റർ, ഇങ്ങനെയുള്ള രജിസ്റ്ററുകളെല്ലാം സഭയുടെ ചട്ടത്തിലും ചിട്ടയിലും ഉണ്ടാക്കിയെടുത്തത് പരിമല തിരുമേനിയുടെ കാലഘട്ടത്തിലാണ്. ഈ സഭയ്ക്ക് ഒരു ചട്ടമുണ്ട്, ചിട്ടയുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത് പരിമല തിരുമേനിയുടെ കാലഘട്ടത്തിലാണ്. 6 പിതാക്കന്മാരെ വാഴിച്ച് ഈ സഭയെ 7 ഭദ്രാസനങ്ങളായി വിഭജിച്ച് വലിയ തിരുമേനിയായി പുലിക്കോട്ടിൽ പിതാവിനെയും 6 പിതാക്കന്മാരെ 6 ഭദ്രാസനത്തിനും കൊടുത്ത് ഈ സഭയുടെ അതിർത്തിയെ വർദ്ധിപ്പിച്ചത് ആ പിതാവിന്റെ കാലഘട്ടത്തിലാണ്. ഗോവയിലും സിലോണിലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തേക്ക് അൽവാറീസ് എന്ന് പറയുന്ന വലിയ പിതാവിനെ വാഴിച്ചുകൊണ്ട് ഈ സഭയുടെ അതിർവരമ്പിനെ വ്യാപിപ്പിച്ചത് ഈ മഹാജ്ഞാനിയുടെ കാലഘട്ടത്തിലാണ്. പരിശുദ്ധനായ പരിമല പിതാവിന്റെ അറിവ് ഈ സഭയ്ക്ക് അഥവാ ഈ സഭയുടെ മക്കൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തീർന്നു. എന്തുകൊണ്ട്? അത് ദൈവത്തെ ചോദ്യം ചെയ്യാനുള്ളതല്ല, ദൈവമക്കളെ പരിഗണിക്കാതിരിക്കാനുള്ളതല്ല. അത് ഉയരത്തിൽ നിന്ന് പ്രാപിച്ച് ഐഹികമായ ലോകത്തിലേക്ക് വ്യാപരിപ്പിക്കാനുള്ള ഒരു കൃപാവരമാണെന്ന് തിരിച്ചറിഞ്ഞ പിതാവ്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം, പട്ടിണി കിടന്ന് പരിവട്ടം കിടന്ന് ചില മക്കളെയെല്ലാം പഠിപ്പിച്ച് വളർത്തി ചില ഉന്നതമായ തലങ്ങളിലൊക്കെ എത്തിച്ചിട്ട് അവരൊക്കെ ഏതാണ്ടൊക്കെ ഒരു നിലയിലും നിലവാരത്തിലും എത്തി നിൽക്കുമ്പോ ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് മക്കള് ചോദിക്കുക, അപ്പൻ എന്തോ അറിയാം, അപ്പയും മമ്മി എന്തോ ആയി പറയുന്നേ, നിങ്ങൾക്ക് എന്തോ അറിയാമെന്നാ ചോദിക്കുന്നേ. അവർക്ക് എന്തൊക്കെയോ അറിയാമെന്നത് കൊണ്ടായി ചോദിക്കാൻ ഒരാളെ ആക്കി കൊടുത്തത്. പക്ഷെ അവര് പറയുന്നു അവരാണ് അറിവിന്റെ ഭണ്ഡാരം, അവരെ അറിവിലേക്ക് നയിച്ചവരൊന്നും അറിയാത്തവരാണെന്ന്. പലപ്പോഴും ഇടവക ശുശ്രൂഷ ചെയ്യുന്ന വൈദികരായ ഞങ്ങൾക്കറിയാം, പല വീടുകളിലും കടന്നു ചെല്ലുമ്പോൾ പല മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ ധർമ്മതാണ് അവരെ പരിഗണിക്കുകയോ അവരോടൊരു വാക്ക് മിണ്ടുകയോ ഇന്ന് നടക്കുന്ന തലമുറയുടേതായ കാര്യങ്ങളിൽ അവർക്ക് യാതൊരു വിധമായ ബന്ധവുമില്ലാതെ അവഗണിച്ചിട്ടേക്കുക. കാരണം ചോദിച്ചാൽ പറയുന്നത്, പുതിയ തലമുറ പറയുന്നത്, ന്യൂ ജനറേഷൻ പറയുന്ന ഒരു വാക്കിതാ, അവർക്ക് എന്തോ കുന്തം അറിയാം, അവർക്കൊന്നും അറിയത്തില്ല. പക്ഷെ അവർക്ക് എന്തോ അറിയാമായിരുന്നു. അവർക്കറിയാമായിരുന്നത് കൊണ്ട് അറിവുള്ള ഒരു തലമുറയായി ഇതിനെ വളർത്തിയെടുക്കാൻ അവരെ കൊണ്ട് ദൈവം പ്രേരിപ്പിച്ചത്. പക്ഷെ അവരുടെ അറിവ് കണ്ണുനീരിൽ നിന്ന് കിട്ടിയതാ, ഉപവാസത്തിൽ നിന്ന് കിട്ടിയതാ, പ്രാർത്ഥനയിൽ നിന്ന് കിട്ടിയതാ. ഈ പുണ്യവാന്റെ കബറിടത്തിൽ ഈ വിശുദ്ധ മണ്ണിൽ വന്ന് അയ്യം വിളിക്കുന്ന പല മാതാപിതാക്കളോട് ചോദിച്ചാൽ അറിയാം, മക്കളുടെ ഭാവിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന അപ്പനമ്മമാരാ ഈ മണ്ണിനെ നനച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാ ഈ കടന്നു വരുന്ന മക്കൾ പറയുന്നത് അവർക്ക് എന്തോ അറിയാമെന്നാ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഈ മനുഷ്യൻ നമുക്ക് തരുന്ന വലിയൊരു പാഠമുണ്ട്. ദൈവത്തെ ചോദ്യം ചെയ്യാൻ വരുന്നവൻ, ദൈവമക്കളെ അംഗീകരിക്കാൻ മനസ്സില്ലാത്തവൻ നമുക്ക് മുമ്പിൽ നമുക്കൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കണം, ഞാൻ ഏത് ഗണത്തിലാണ് എന്ന്. നിറവില്ലാത്ത അറിവ് ആപത്തുണ്ടാക്കുമെന്ന് പഴമൊഴി എപ്പോഴും നമുക്ക് ബാധ്യതമാണ്. മനുഷ്യ വ്യക്തിത്വത്തിന് അറിവിന്റെ തലത്തിലേക്ക് ചെല്ലുമ്പോൾ 3 തലങ്ങളുണ്ട്.
അത് ഒന്ന് ഇമോഷണലാണ്, രണ്ട് ഇന്റലക്ച്വലാണ്, മൂന്ന് സ്പിരിച്വലാണ്. അറിവിന്റെ മൂന്ന് തലങ്ങൾ ഒരു മനുഷ്യന്റെ മനുഷ്യത്വത്തിലെ വ്യക്തിത്വത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അത് വൈകാരികവും ബൗദ്ധികവും ആധ്യാത്മികവുമായ മൂന്ന് തലങ്ങളാണ്. പക്ഷേ ഇതിൽ ബൗദ്ധിക തലത്തിലും അതുപോലെ തന്നെ വൈകാരിക തലത്തിലും അറിവിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു തലമുറ ആധ്യാത്മികതയുടെ അറിവിന്റെ തലത്തിൽ വട്ടപൂജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവനിഷേധം എന്ന് പറയുന്നത് അറിവുള്ളവന്റെ ഒരു വലിയ അംഗീകാരമാണെന്ന മുൻവിധി പലരെയും ഇന്ന് ഭരിച്ച് സ്വയം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാധനയും പ്രാർത്ഥനയും കണ്ണുനീരും അതുപോലെ കുരിശുവരെയും ഒക്കെ അറിവ് നേടുവാൻ വലിയ ഒരു മാർഗമാണെന്ന് കാണിച്ചു തന്ന ഒരു പിതാക്കന്മാരുടെ തലമുറ നമുക്കുണ്ട്. അവർക്കിത് മൂന്നും ഒരുപോലെയായിരുന്നു. ആ വൈകാരികമായ തലത്തിലും ബൗദ്ധികമായ തലത്തിലും ആധ്യാത്മിക തലത്തിലും സമീകൃതമായ ക്രമീകൃതമായ ഒരു വളർച്ച അവർക്കുണ്ടായിരുന്നത് കൊണ്ട് ഈ സംസ്കാരവും ഈ മനുഷ്യത്വവും ഈ മാനവികതയും ഒക്കെ ഈ നാട്ടിൽ ദൈവത്തിന്റെ നാടെന്ന പേരിൽ ഈ നാടിനെ നിലനിർത്താൻ സഹായിച്ചതെങ്കിൽ അതിൽ നിന്ന് ആധ്യാത്മികത എന്ന് വെട്ടപ്പെട്ടുമോ, വിശ്വാസം എന്ന് പറയുന്നത് എന്ന് തള്ളപ്പെട്ടുവോ, അന്നു തുടങ്ങി കഷ്ടകാലം. വൈകാരിക വളർച്ചയും ബൗദ്ധിക വളർച്ചയും വലിയ വളർച്ചയാണെന്ന് വിചാരിച്ചു പോകുന്ന ഒരു തലമുറയിൽ ഇന്ന് നമ്മൾ കാണുന്ന വലിയൊരു ദോഷമുണ്ട്. പലപ്പോഴും അവരുടെ യാത്രക്കിടയിൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ പിന്നെ ബന്ധങ്ങളില്ലാതെ വരുമ്പോൾ ബന്ധനങ്ങൾ മാത്രമാണ്. ദാമ്പത്യ ബന്ധം തകരുന്നതിൽ പ്രധാന കാരണം വൈകാരികമാണ്. പല ബന്ധങ്ങളും ഇന്ന് നിലനിൽക്കാത്തതിന്റെ കാരണം ബുദ്ധിഭ്രമമാണ്. എന്തുകൊണ്ട്? വൈകാരികവും ബുദ്ധിയും മാത്രം വളർന്നാൽ പോരാ, ഇതിനെ നിയന്ത്രിക്കാൻ ആധ്യാത്മികത വേണം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ കർത്താവ് ചെന്നായ്ക്കളുടെ നടുവിലേക്ക് വിടുന്ന ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു വാക്കുണ്ട്: പാമ്പിന്റെ ബുദ്ധിയും പ്രാവിന്റെ നിഷ്കളങ്കതയും. അത് ആധ്യാത്മികതയുള്ളവന് മാത്രമുള്ളതാണ്. ആധ്യാത്മികതയിൽ മാത്രം കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് പ്രാവിന്റെ നിഷ്കളങ്കത, വിനയം, എളിമ, താഴ്മ, കരുണ എന്ന് പറയുന്നത്. തീർച്ചയായും അറിവിന്റെ തലമുറ വിശ്വാസത്തിന്റെയും ആധ്യാത്മികതയുടെയും തലമുറയിലേക്ക് അല്പമായിട്ട് കടന്നു വരാതെ വരുമ്പോൾ അവന്റെ മറ്റ് രണ്ട് തലങ്ങളും അവന് തന്നെ ബന്ധനമായി, അവന് തന്നെ മാർഗ തടസ്സമായി, അവന് തന്നെ ബുദ്ധിഭ്രമമായി, അവന് തന്നെ ഭാവിക്ക് അപകടമായി, ആപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, നിറിവില്ലാത്ത അറിവ് ആപത്താണെന്ന് കാരണവന്മാർ പഴമക്കാർ പറഞ്ഞു വെച്ചത് അവിടെയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇവിടെ ഈ മൂന്ന് കാര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് കർത്താവ് ഈ മനുഷ്യനോട് പറയുന്ന 4-ാമത്തെ വാക്കാണ് കുറിവാക്യമായിട്ട് ഞാൻ എടുത്തത്. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. എങ്ങനെ തന്നെ ചെയ്യണം? അവിടെയാണ് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. നീ കരുണയുള്ളവനാകണം, നീ കരുണയും മനസ്സലിവും ഉള്ളവനാകണം. നീ കരുണയും മനസ്സലിവും ഉള്ളവനാകണമെന്ന് കർത്താവ് പഠിപ്പിക്കാൻ കാരണമുണ്ട്. കാരണം റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ പൗലോസ് ലീഹ കരുണാരാഹിത്യത്തെ പാപമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പത്രോസ് ലീഹ 1 പത്രോസ് 3:8 പൗലോസ് ലീഹ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിലും മനുഷ്യന്റെ കരുണയെ ഒരു പുണ്യമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. കരുണയില്ലാത്തത് പാപവും കാരുണ്യമുള്ളത് പുണ്യവുമാണ്. നമുക്കറിയാം, കണ്ടുപിടുത്തങ്ങൾ കൊണ്ട്, ബുദ്ധിപരമായി കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എത്രയോ പ്രഗത്ഭന്മാരുണ്ട്. പക്ഷേ അവരുടെ എവിടെയും കബറിടത്തിലേക്ക് ഇതുപോലെ തീർത്ഥാടകരെത്തുവോ? മഹാനായ അലക്സാണ്ടർ എന്നോ ഹിറ്റ്ലർ എന്നോ മുസോളിനി എന്നോ ഇങ്ങനെയൊക്കെ പേര് പറയാൻ ഒത്തിരി മഹാബുദ്ധിമാന്മാരും ശ്രേഷ്ഠരുമായ ഭരണാധികാരികളും കണ്ടുപിടുത്തക്കാരും ഒക്കെയുണ്ട്. പക്ഷേ കാരുണ്യമില്ല എങ്കിൽ ഇതെല്ലാം ഇഹലോകത്തിൽ അവസാനിച്ചു പോകുന്ന വസ്തുതയാണ്. ഇഹത്തിൽ നിന്ന് പരത്തിലേക്ക് കടന്നു പോകുന്നതല്ല.
ഇവിടെയാണ് APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന മഹാമനുഷ്യന്റെ പ്രത്യേകത നമ്മൾ കാണേണ്ടത്. മിസൈൽ മാൻ എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ വാഴ്ത്തുന്ന ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിന്റെ ഭാഗമായി മിസൈൽ ഉണ്ടാക്കുന്നതിന്റെ ആവശ്യത്തിലേക്ക് കനമില്ലാത്ത ഒരു വസ്തു കണ്ടുപിടിക്കാൻ ബന്ധപ്പെട്ടുകൊണ്ട് അത് കണ്ടുപിടിച്ച് സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ കത്തോലിക്കാ സഭയുടെ ഒരു പുരോഹിത ശ്രേഷ്ഠൻ അദ്ദേഹത്തെ കാണുവാൻ അദ്ദേഹത്തിന്റെ ഉറ്റ ചങ്ങാതിയായ ഒരു പുരോഹിത ശ്രേഷ്ഠൻ കടന്നു ചെന്നു. പത്രത്തിലൊക്കെ അദ്ദേഹം മരിച്ച സമയത്ത് നമ്മൾ വായിച്ചതാണ്. കുശല പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പോ വിശേഷം ചോദിച്ചപ്പോൾ ഈ വൈദിക ശ്രേഷ്ഠൻ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന നല്ല മനുഷ്യനോട് പറഞ്ഞു, ഈ കണ്ടുപിടുത്തത്തെ കുറിച്ച് അദ്ദേഹം വലിയ സന്തോഷത്തോടെ അച്ഛനോട് പങ്കുവെച്ചപ്പോ പറഞ്ഞു, സാറേ വളരെ നല്ലത്, ഭൂമിയിൽ നിന്ന് ഉയരത്തിലേക്ക് പറത്തി അയക്കുവാനുള്ള മിസൈലാകട്ടെ റോക്കറ്റാകട്ടെ എന്തുമാകട്ടെ അതിന്റെ ആവശ്യത്തിലേക്ക് നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി കനമില്ലാത്തൊരു വസ്തു ആഗ്രഹിച്ച് കണ്ടുപിടിച്ചല്ലോ. എന്റെ ഒരു എളിയ അഭ്യർത്ഥനയുണ്ട്, ഞാൻ കൊണ്ടു നടക്കുന്ന എന്റെ വികലാംഗ ഭവനത്തിലെ 5 വയസ്സ് മുതൽ മുകളിലേക്ക് പ്രായമുള്ള എന്റെ വികലാംഗ ഭവനമെന്ന ആ കൊച്ചു സ്ഥാപനത്തിലെ ഓരോ വ്യക്തികളും അവർ ഊന്നുവടിയായി ഉപയോഗിക്കുന്നത് 4 കിലോ മുതൽ 7 കിലോ വരെയുള്ള ഭാരമുള്ള ഊന്നുവടിയിലാണ് അവർ തൂങ്ങി നടക്കുന്നത്. സാറിന്റെ ഈ കാഴ്ചപ്പാടിന് അതിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ പത്രത്തിൽ വായിച്ച ആ താൾ ഇന്ന് എന്റെ മനസ്സിലുണ്ട്. അദ്ദേഹം യാത്ര പറഞ്ഞ് ആ വൈദിക ശ്രേഷ്ഠനെ പറഞ്ഞയച്ചതിന് തൊട്ടു പുറകെ അദ്ദേഹം തന്റെ പ്രവർത്തനം കർമ്മമേഖലയിലേക്ക് ചെന്നിട്ട് അദ്ദേഹം കേവലം 500 ഗ്രാം തൂക്കമുള്ള ഏതാനും ഊന്നുവടികൾ ഉണ്ടാക്കി ഈ വൈദികന്റെ ആശ്രമത്തിൽ ചെന്ന് ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്ത് ആ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എന്റെ കണ്ടുപിടുത്തത്തിന് ദൈവം സാക്ഷിയായി ഞാൻ സന്തുഷ്ടനായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ബുദ്ധിപരമായത് ആത്മീയമായും ആധ്യാത്മികമായും ദൈവികമായും കാരുണ്യമായും കാണാതിരുന്നാൽ പേരും പ്രശസ്തിയും കിട്ടും, പക്ഷേ നിത്യജീവനിലേക്കൊന്നും എത്തുകയല്ല. അത് പറയാറുണ്ടല്ലോ, കൂടിയാൽ കുഴിമാടം വരെ എത്തും, ഒരു വലിയ ശിലാഫലകവും കിട്ടും, അതിനപ്പുറത്തേക്കൊന്നും പോകുകയില്ല. തീർച്ചയായിട്ടും ഇവിടെയാണ് കർത്താവ് പറയുന്ന വാക്കിന് പ്രസക്തിയുള്ളത്. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യണം. നീ കരുണയുള്ളവനാകണം, മനസ്സലിവുള്ളവനാകണം. ഓർത്തഡോക്സ് സഭയുടെ ആരാധനാ ഗ്രന്ഥം എടുത്താൽ നിങ്ങൾക്കറിയാം, കർത്താവായ യേശു തമ്പുരാനെ കുറിച്ചോ പിതാവായ ദൈവത്തെ കുറിച്ചോ തൃത്വത്തെ കുറിച്ചോ വേദപുസ്തക ആരാധനാ ക്രമത്തിലെ ഏത് പ്രാർത്ഥന എടുത്താലും ദൈവത്തിന് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന വിശേഷണം കരുണയുള്ള ദൈവമേ എന്ന, കരുണയുള്ള കർത്താവേ എന്ന. കരുണയുള്ളവനാ ദൈവം. ദൈവം കരുണയുള്ളവനായതുകൊണ്ടാ, പരിശുദ്ധനായ പരിമലത്തിനുമേനി കരുണയുള്ളവനായതുകൊണ്ടാ ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ വന്ന് ഒരു തുള്ളി കണ്ണുനീരിറ്റിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും ചരിത്രത്തിലേ നിൽക്കത്തുള്ളൂ, ജീവിതത്തിൽ ഉണ്ടാകില്ലായിരുന്നു. തീർച്ചയായിട്ടും നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് ഈ ശമരിയാക്കാരൻ തരുന്ന 2 മറുപടി, ഈ ശാസ്ത്രി തരുന്ന 1 മറുപടി, കർത്താവ് തരുന്ന 4ാമത്തെ ഉത്തരം. 4 ഉത്തരങ്ങൾ നമുക്ക് ജീവിതയാത്രയിൽ ഈ പുണ്യവാന്റെ പെരുന്നാളിലേക്ക് നടന്നെടുക്കുമ്പോൾ ഒരു മാതൃകയായിട്ട് തീരണം. 1, നിന്റെ പ്രൊഫഷനേക്കാൾ മനുഷ്യനെ പരിഗണിക്കണം. 2, പ്രൊഫഷനേക്കാൾ മനുഷ്യനെ പരിഗണിക്കണം. നിന്റെ ദൈവത്വം വെളിപ്പെടുന്നത് മനുഷ്യത്വത്തിലാണ്. അതുകൊണ്ട് നീ മനുഷ്യനെയും മനുഷ്യത്വത്തെയും മാനിക്കണം. മുറിവേറ്റ മനുഷ്യത്വത്തെയും മനുഷ്യനെയും മാനിക്കാതെ എവിടം വരെ ഓടിയാലും നിത്യരാജ്യവും നിത്യജീവനും സ്വപ്നം കാണാൻ പറ്റുകയില്ല. 2ാമത്തത്, നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നെ പല തസ്തികകളിൽ ഇരുത്തിയിട്ടുണ്ട്. പക്ഷെ ആ തസ്തികയിൽ ദൈവം ഇരുത്തിയത് മുറിവുണ്ടാക്കാനല്ല, മുറിവുണക്കാനായിരിക്കണം. എവിടെ ചെന്നാലും മുറിവുണ്ടാക്കുന്നവനാകരുത്, മുറിവുണക്കുന്നവനായിരിക്കണം. മുറിവുണക്കുന്നവനാകണമെങ്കിൽ നിന്നിലൊരു ത്യാഗമുണ്ടാകണം, നിന്നിലൊരു സമർപ്പണമുണ്ടാകണം. നിന്റെ ധനം, നിന്റെ സമയം, നിന്റെ കഴിവുകൾ അത് മുറിവുണക്കാൻ വേണ്ടി നീ സമർപ്പിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കണം. ഉപയോഗിക്കുമ്പോൾ അതിന് മൂല്യമുണ്ടാകും, ഉപയോഗിക്കുന്ന നീ അനുഗ്രഹിക്കപ്പെടും. 3ാമതായി,
ഈ ന്യായശാസ്ത്രിയായ മനുഷ്യൻ നമുക്ക് തരുന്ന ഒരു പാഠമുണ്ട്. ജീവിതത്തിൽ അറിവെന്ന് പറയുന്നത് ദൈവത്തിന്റെ ഉയരത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അത് നിറവുള്ളതായിരിക്കണം. അത് ദൈവത്തെ അറിയാനും ദൈവമക്കളെ പരിഗണിക്കാനും ദൈവം തരുന്ന ജ്ഞാനമാണെന്നുള്ള ബോധമുണ്ടാകണം. അത് അഹങ്കാരത്തിനും അഹംഭാവത്തിനും മറ്റുള്ളവന്റെ മേൽ കുതിര കയറാനും ഉപയോഗിക്കരുത്. നാലാമതായിട്ട് കർത്താവ് തരുന്നു, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യണം, കരുണയുള്ളവനാകണം. എന്തുകൊണ്ട്? കരുണ ഒരു പുണ്യമാണ്. കരുണയില്ല എങ്കിൽ അത് പാപമാണ്. എന്തുകൊണ്ട്? മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. കരുണ ചെയ്യുന്നവനോട് കർത്താവ് കരുണ കാണിക്കും, കരുണയില്ലാത്തവനോടോ കർത്താവ് കാണിക്കുന്ന കരുണയും കൂടെ തിരിച്ചെടുക്കും. തീർച്ചയായും ഇന്നും ഇന്നലെയും ഇനി നാളെയും ഞാനും നിങ്ങൾ ജീവിക്കുന്നത് ദൈവത്തിന്റെ കരുണയാലും ദൈവത്തിന്റെ കൃപയാലുമാണെങ്കിൽ വെച്ച് നീട്ടുന്ന ദൈവം തിരിച്ചെടുക്കാതിരിക്കാൻ ദൈവത്തോടും ദൈവജനത്തോടും കരുണയുള്ളവരായി അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പുണ്യവാന്റെ മധ്യസ്ഥതയിൽ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇവിടെ നിൽക്കാൻ ഭാഗ്യം തന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, അനുഗ്രഹിച്ച അഭിവന്യ തിരുമനസിനോടും വന്യ വൈദിക ശ്രേഷ്ഠരോടും റമ്പാച്ചന്മാരോടുമുള്ള നന്ദി കരയേറ്റിക്കൊണ്ട്, ഇത്രയും സമയം ശ്രദ്ധയോടെ ഇരുന്ന ഏവരോടും ദൈവനാമത്തിലുള്ള സ്നേഹവും നന്ദിയും അർപ്പിച്ചുകൊണ്ട്, ഇതിനെന്നെ ക്ഷണിച്ച ഈ പരുമല സെമിനാരിയുടെ മാനേജര് വന്യനായ കുറിയാക്കോസച്ചനോടുള്ള ഭക്തിയാദരവും നന്ദിയും ദൈവനാമത്തിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിനെ നിർത്തുന്നു. ദൈവമായ കർത്താവ് എന്നെ നിങ്ങളെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. വചന ശുശ്രൂഷ നടത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് ബഹുമാനപ്പെട്ട കളപ്പുരയിൽ KP മർക്കോസ് അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു.